ഹലോ അസ്സലാമു അലൈക്കും. വളരെ ഈസി ആയിട്ട് ഈ നോമ്പ് തുറക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. ഇത് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതാ 4 കോഴിമുട്ട ഒന്ന് പുഴുങ്ങാനായിട്ട് വെക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 2 ഉരുളക്കിഴങ്ങും നമ്മളിതാ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പിനല്ല, ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തേങ്ങ ഒക്കെ ചിരവി സ്റ്റോക്ക് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പേസ്റ്റ് നമ്മൾ സൈഡായിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാനാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് മൈദമാവിലേക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം തിക്കുമില്ല, പക്ഷെ നല്ല വാട്ടർ ഇല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. ഇനി നമുക്ക് ബാക്കി മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് 2 ടീസ്പൂൺ ഓയിലിലേക്ക് നമ്മൾ ഒരു സവാളയും അതുപോലെ ഒരു പച്ചമുളകും നല്ല ചെറിയ രീതിയിൽ അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇനി ചെറിയ രീതിയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് നേരം നടച്ച് വെച്ചിട്ട്, അപ്പോൾ തീ കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായി കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു മസാലയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വറ്റൽമുളകും അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഈ 2 പൊടികൾ മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പൈസി അല്ല, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല രീതിക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ഈ മസാലകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിൻ്റെ ആ ഒരു കുത്തുമണം പോകുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു ചമ്മന്തി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് സോസോ വേറെ എന്തെങ്കിലും ചട്നിയൊന്നും ആവശ്യമായിട്ടില്ലേ. അപ്പോൾ കുറച്ച് മല്ലിയിലയും കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റും അത്യാവശ്യത്തിന് തേങ്ങയും 1 പച്ചമുളകും ചേർത്തിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റി വെള്ളം കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ചമ്മന്തി അരച്ചെടുക്കട്ടെ. ഈ ഒരു രീതിക്ക് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മളിതാ ഇവിടെ നല്ല തിന്നായിട്ടുള്ള നമ്മളെ കുനാഫ സെമിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഇതാ കോഴിമുട്ട നമ്മൾ പുഴുങ്ങിയതൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് കയ്യിലിട്ടൊന്ന് പരത്തിയതിന് ശേഷം മുട്ടയുടെ കൂടെ ആവശ്യത്തിന് ചമ്മന്തി വെച്ചിട്ട് ആ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഉള്ളിൽ കോഴിമുട്ട വെച്ചിട്ട് നമുക്കിത് മടക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുനാഫയിൽ അല്ലെങ്കിൽ സേമിയയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്. ഇത് നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുത്താൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല തിന്ന് കുനാഫ അതുപോലെ അല്ലെങ്കിൽ മിസിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്കിത് വേഗം കുക്ക് ചെയ്ത് അതായത് ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഓരോ സ്നാക്കായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ്. ലൈറ്റ് ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്തായാലും ഈ റമദാനിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അധികം എരിവൊന്നുമില്ല. പിന്നെ സോസോ വേറെ ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങിൽ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തി വരുന്നതുകൊണ്ട് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മുടെ റമദാൻ സ്പെഷ്യൽ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ റിവ്യൂസ് അറിയിക്കണം കേട്ടോ.